മിണ്ടാതിരിക്കാമോ? കാര്യം പറയുമ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ എങ്ങനെയാണ്? ഈ പറച്ചിൽ പറഞ്ഞുകൊണ്ട് വലിയ നേതാവാകാൻ നോക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. എന്നാൽ ഒടുക്കമെല്ലാം കയ്യിൽ നിന്ന് പോയി ബബ്ബ അടിക്കുന്ന മന്ത്രിയാണ് നമ്മൾ കണ്ടത്. അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ശാന്തകുമാരി ചോദിച്ചു, വയോജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് കണക്കുകൾ നിരത്താമോ? പക്ഷെ കുറെ അധികം പേപ്പർ കെട്ടുകൾ ഉണ്ടെങ്കിലും സാർ 3 തവണ വിളിച്ചതല്ലാതെ വ്യക്തമായ കണക്ക് നിരത്താനാകാതെ പേപ്പർ കെട്ടും പിടിച്ച് വിറയ്ക്കുകയായിരുന്നു ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ട് പറഞ്ഞു, വ്യക്തമായ കണക്ക് എൻ്റെ കയ്യിലില്ല, എനിക്കത് അറിയില്ല, ഓരോ സ്ഥലത്തെയും കണക്കുകൾ വെവ്വേറെയാണ്. സത്യത്തിൽ മന്ത്രിമാരടക്കമുള്ളവരൊക്കെ പ്രതിപക്ഷത്തിന് നേരെ തട്ടിക്കയറുന്നതിനിടയിൽ മന്ത്രിയുടെ ഈ പ്രഹസനം അരങ്ങേറുന്നത് വലിയ പരിഹാസ്യമാണ് ഉണ്ടാക്കിയത്. സത്യത്തിൽ അത് ഭരണപക്ഷത്തിന് തന്നെ നാണക്കേടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് രംഗങ്ങളിലേക്ക് പോകാം. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സെറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി പി രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സംസ്ഥാനത്തെ നഗരപ്രദേശത്ത് വസിക്കുന്ന സാമൂഹ്യ സുരക്ഷ ആവശ്യമായ 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും ആരോഗ്യ പരിരക്ഷയും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2010-11 വർഷം മുതൽ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്നു. ആദ്യഘട്ടമായി കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും 85 മുനിസിപ്പാലിറ്റികളിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി ആകെ 104 യൂണിറ്റുകളിൽ വിജയപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിന്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത. വയോജനങ്ങളെ ഏറെ അലട്ടുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണം, മരുന്നുകൾ. ഒന്നും മിണ്ടാതിരുന്നേ മിനിസ്റ്റർ ഹെഡ്സെറ്റ് വെച്ചോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ കേൾക്കത്. ആൻസർ ചെയ്തോ? ടേബിൾ ചെയ്തോ? ഉത്തരം പറയിപ്പിക്കാം. ടേബിൾ ചെയ്യാം. ശ്രീമതി കെ ശാന്തകുമാരി. സാർ, കഴിഞ്ഞ തുടർച്ചയായി ഇവിടെ ആദ്യമായി കേരളത്തിലാണ് ഒരു വയോജന കമ്മീഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട് പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസം